അന്താരാഷ്ട്ര തലത്തിലുള്ള കണക്കാണ്. ഇവിടെ ഈ കേരളത്തിൽ നമ്മുടെ ഗവൺമെന്റിന്റെ ആരോഗ്യ വകുപ്പിന്റെ ഫലപ്രദമായിട്ടുള്ള ഇടപെടലിന്റെ ഭാഗമായിട്ട് 24% അത് ചുരുക്കിക്കൊണ്ടുവരാൻ സാധിച്ചു. ഷംസുദ്ദീൻ ആ നയത്തെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കണം. അമീബിക് ജ്വരം ബാധിച്ചിട്ട് ആളുകൾ മരിക്കുന്നതിൽ ലോകത്തിന്റെ ശരാശരിയേക്കാൾ അതിന്റെ 1/4 ആയിട്ട് കേരളത്തിൽ ചുരുങ്ങിയിട്ടുണ്ട്. അഭിമാനകരമായിട്ടുള്ള നേട്ടം നമ്മുടെ നേട്ടമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇവിടെ അതിനുവേണ്ടി പരിശോധിക്കാൻ ഇന്ത്യയിൽ 5 ലാബുകളാണ് ഉള്ളത്. അതിൽ 3 ലാബുകളാണ് കുറെ കൂടി മെച്ചപ്പെട്ട നിലയിലുള്ളത്. കേരളത്തിൽ മാത്രമാണ് ഏറ്റവും ആധുനിക സൗകര്യമുള്ള ഈ അമീബിക് മസ്തിഷ്ക ജ്വരം തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ടുള്ള ലാബ് സംവിധാനം ഇന്ന് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഏറ്റവും മികച്ച നിലയിൽ പ്രവർത്തിക്കുന്ന സംസ്ഥാനം കേരളമാണ്. ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല ഈ ഗവൺമെന്റ് എന്ന് നിങ്ങൾ പറയുന്നു. അഭിമാനകരമായിട്ടുള്ള നേട്ടങ്ങൾ നിർത്തി തന്നെയാണ് ഈ ഗവൺമെന്റ് മുന്നോട്ടേക്ക് പോകുന്നത്. ഇവിടെ കുഞ്ഞുങ്ങളെ കൊല്ലാൻ ചില ആളുകൾ ശ്രമിക്കുമ്പോ കുഞ്ഞുങ്ങളുടെ ജീവിതം ചേർത്ത് പിടിച്ചിട്ട് പോകുന്ന നയം ഈ ഗവൺമെന്റ് നയമാണ്. ഓരോ ശിശുരോധനത്തിലും കേൾപ്പുനാം 1 കോടി ഈശ്വര വിലാപം എന്ന് മലയാളിയായിട്ടുള്ള ഒരു കവി പാടിയതാണ്. ഞങ്ങളത് ഹൃദയത്തിൽ സൂക്ഷിക്കുന്നു. ഒരു കുഞ്ഞിനെയും കൊല്ലാൻ ഈ ഗവൺമെന്റിന്റെ നയത്തിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ അനുവദിക്കില്ല. അതുകൊണ്ടാണ് ലോകത്തിന്റെ ശരാശരിയിൽ ഇന്ത്യ ഈ കേരളം ഏറ്റവും മികച്ച നിലയിൽ നിൽക്കുന്നത്. 1000 കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോ 5 കുഞ്ഞുങ്ങൾ മാത്രം മരിക്കുന്ന നാടായിട്ട് കേരളം മാറുന്നു. ഈ അഭിമാനകരമായിട്ടുള്ള നേട്ടം കേരളത്തിന്റെ ആരോഗ്യ രംഗത്തിന്റെ നേട്ടമാണ് എന്ന് പറഞ്ഞ് അവസാനിക്കുന്നു. അങ്ങേക്ക് 4 മിനിറ്റ് സംസാരിക്കാം. സർ, കേരളത്തിലെ ഏറ്റവും ആശങ്കയോടെ ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്ന